8 മണിയോടെ എളമക്കരയിൽ നിന്ന് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ നിന്ന് 8 മണിക്ക് പുറപ്പെടുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം മുഴുവൻമുകളിലെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുവരിക. നാളെ വൈകുന്നേരത്തോടെയാണ് സംസ്കാരം നടക്കുക. മുഴുവൻമുകളിലെ വീട്ടിൽ നിന്നും വി അരുൺ കൂടി ചേരുന്നു. തിരുവനന്തപുരം മുടവൻമുകളിലെ മോഹൻലാലിൻ്റെ വീട്ടിലാണ് ഞാൻ ഉള്ളത്. ഹിൽ വ്യൂ വീട്ടിലാണ് ഉള്ളത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ സംസ്കാര ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെ സംസ്കാരം നടന്ന സ്ഥലമാണ് ഈ തെങ്ങ് നിൽക്കുന്ന സ്ഥലം. തൊട്ടടുത്ത് മോഹൻലാലിൻ്റെ സഹോദരൻ പ്യാരിലാലിൻ്റെ സംസ്കാരം നടന്നതും ഇതിന് തൊട്ടടുത്താണ്. ഈ ഭാഗത്താണ് മോഹൻലാലിൻ്റെ സഹോദരൻ പ്യാരിലാലിൻ്റെ സംസ്കാരം നടന്നത്. അതിനോട് ചേർന്നാണ് അമ്മയുടെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സനൽകുമാർ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഈ സംസ്കാര ചടങ്ങുകളുടെ ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട്? രാവിലെ ഒരു 6-7 മണി കൂടിയായിരിക്കും ആംബുലൻസിൽ ഇവിടെ എത്തിക്കുക. ബൈ റോഡ് തന്നെ വരികയാണ്. പിന്നെ അത് ട്രാഫിക്കിൻ്റെ ഒരു സമയം നമുക്കറിയില്ല. അപ്പോൾ പിന്നെ മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ വിളിച്ച് പോലീസ് എസ്കോർട്ടൊക്കെ പറഞ്ഞെങ്കിൽ നമ്മളതൊന്നും വേണ്ട എന്നുള്ളതാണ്. അത് അമ്മ സാധാരണ വരുന്ന പോലെ വരട്ടെ എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 7-8 മണിയോടുകൂടി ഇവിടെ ഉണ്ടാവും. വൈകുന്നേരം 4 മണിക്കാണ് ചടങ്ങ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അച്ഛനും ജ്യേഷ്ഠനും ഉറങ്ങുന്ന ഇതേ ഭൂമികയിൽ തന്നെയാണ് അമ്മയും നമ്മൾ ഉറക്കാൻ പോകുന്നത്. അമ്മയുടെ ഒരു ആഗ്രഹം കൂടെ അതായിരുന്നിരിക്കും അല്ലേ? അങ്ങനെ ഒരു ആഗ്രഹമെന്ന് നമ്മൾ മനസ്സിൽ കാണുന്നതാണ്. കാരണം ഒരിക്കലും അങ്ങനെ അമ്മ അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ പോകും എന്നൊരു വിശ്വാസം ആർക്കും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ അത്രയും ഏജ് ആയിട്ട് അങ്ങനെ ഇരിക്കണം, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല. ഈ ലാലേട്ടൻ കൂടെ ഉണ്ടായിരുന്നോ ഈ മരണം സംഭവിക്കുമ്പോഴൊക്കെ? ലാലേട്ടൻ തുടക്കം എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ അദ്ദേഹം ഒരു ചെറിയ ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആയിരുന്നപ്പോഴാണ് ഡോക്ടേഴ്സ് വീട്ടിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം റഷ് ചെയ്ത് വരികയായിരുന്നു. പിന്നെ അമൃത എന്നുള്ള ഡോക്ടേഴ്സ് വന്നിട്ട് വേണമല്ലോ കൺഫേം ചെയ്യാനായിട്ട്. അതാണ് 1:35 ശരിക്കും അമ്മ വിഷ്ണുവാദം തൂകിയത്. അമ്മയെപ്പറ്റി ഒരുപാട് ഓർമ്മകൾ ചേർത്ത് സ്വാഭാവികമായിട്ടുണ്ടാവും, അടുത്തൊരുപാട് കണ്ടിട്ടുണ്ടാകും. എന്താണ് അമ്മയെപ്പറ്റി ഒരു പെട്ടെന്ന് പറയാൻ പറ്റുന്നത്? അമ്മയെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞാൽ അത്രയും പറയാൻ ഒരുപാടുള്ളത് കൊണ്ട് ശരിക്കും അങ്ങനെ ഒരു പറയാൻ പറ്റിയൊരവസ്ഥ കുറേ സമയം വേണം. രണ്ടാമത് ഒരു മാനസികാവസ്ഥയും അങ്ങനെയല്ല. അതായത് ലാലേട്ടൻ്റെ ഒരു തിരുവനന്തപുരത്തെ അഭാവത്തിൽ ഞാനൊരു മകനായി തന്നെയാണ് അമ്മയോടൊപ്പം എത്രയോ വർഷം ഈ വീട്ടിൽ ഭക്ഷണം കഴിച്ച് അമ്മയോടൊപ്പം കളിച്ച് ചിരിച്ച് ഇരുന്നത്. അത് ഓർമ്മകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റൊരു മാനസികാവസ്ഥയിലായതുകൊണ്ട് ചിലപ്പോൾ ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം സങ്കടങ്ങളെക്കാൾ സന്തോഷകരമായ ഓർമ്മകളാണ്. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റുമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. പലപ്പോഴും മോഹൻലാൽ അടുത്തുണ്ടാവാറില്ല. അമ്മ ഇവിടെ അങ്ങനെ അമ്മ അച്ഛനുമായിട്ടൊക്കെ ഉള്ള ഒരു ഓർമ്മ കൂടുതൽ. അതെ, അച്ഛൻ സുഖമില്ലാതെ കിടന്ന ദിവസങ്ങളും വർഷങ്ങളും അമ്മ എവിടൊപ്പം അച്ഛൻ പോയതിന് ശേഷമുള്ള സമയം, അതൊക്കെ ഒരുപാട് ഞാൻ ഒപ്പമുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. സംസ്കാരത്തിനുള്ള ബാക്കി ഒരുക്കങ്ങളൊക്കെ അത് ഇപ്പോൾ ഇന്ന് രാത്രി കൊണ്ട് ഞങ്ങളെല്ലാം ശരിയാക്കി എടുക്കും. ഞാൻ എൻ്റെ കൂടെ 5-6 പേര്, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു 5-6 പേരുണ്ട്. ഞങ്ങൾ സ്നേഹിതർ. അപ്പം ഞങ്ങളതിൻ്റെ പദ്ധതി തുടങ്ങി. അത് രാത്രി കൊണ്ട് തീർക്കും. ഒരു 2 മണി കൊണ്ടെങ്കിലും തീർക്കും. സർക്കാരിൻ്റെ ഭാഗത്ത് മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആംബുലൻസ് എക്സ്കോർട്ട് ചെയ്യണം. പക്ഷേ ലാലേട്ടനൊന്നും അത് എന്നോട് ചോദിച്ചപ്പോൾ അങ്ങനെ എസ്കോർട്ടൊന്നും ഇല്ലാതെ തന്നെ അമ്മ വരട്ടെ എന്നുള്ളതാണ്. അതിന് ട്രാഫിക്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ കൂടുതലെടുക്കും, സാരമില്ല. അങ്ങനെ ആ സഞ്ചാരത്തിനും ഒരു ഈ റോഡുകളിലൂടെയുള്ള ഒരു യാത്രയല്ലേ അവസാന യാത്ര. അതുകൊണ്ട് അങ്ങനെ പോലീസിൻ്റെ സ്പീഡിലൊന്നും വരണ്ട എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ലാലേട്ടനും പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞു, സന്തോഷമെന്ന് പറഞ്ഞു. പ്രണവൊക്കെ കേരളത്തിലുണ്ടോ? പ്രണവ് ഇപ്പോൾ കേരളത്തിലില്ല. പക്ഷേ പ്രണവ് രാവിലത്തെ ഫ്ലൈറ്റിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ട്രിവാൻഡ്രത്തെത്തും. താങ്ക് യു. ഏതായാലും ഒരുപാട് ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. ഇവിടെയാണ് മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. ഇവിടെയാണ് അമ്മയ്ക്ക് ചിതയൊരുക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ് മോഹൻലാൽ സുഹൃത്തുക്കൾ നടത്തുന്നത്. തൊട്ടപ്പുറത്ത് മോഹൻലാലിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെ സംസ്കാരം നടന്ന സ്ഥലമാണ്. അതിൻ്റെ സമീപത്ത് തന്നെ പ്യാരിലാൽ മോഹൻലാലിൻ്റെ
ജ്യേഷ്ഠൻ്റെ സംസ്കാരം നടന്ന സ്ഥലവുമുണ്ട്. അവിടെ തന്നെയാണ് മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ചിതയൊരുങ്ങുന്നതും. ഈ ഒരു പ്രദേശത്താകും സംസ്കാരം. മോഹൻലാലിൻ്റെ മുടവൻമുകളിലെ വീട്, ഹിൽ വ്യൂ വീട് തന്നെ പ്രശസ്തമാണ്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ, തിരുവനന്തപുരവുമായുള്ള ബന്ധം പറയുമ്പോൾ തന്നെ വീട് പെട്ടെന്ന് എല്ലാവരുടെയും ഓർമ്മയിൽ വരുന്നതാണ്. മോഹൻലാൽ കളിച്ചു വളർന്ന വീട്, അമ്മയ്ക്കൊപ്പം പതിറ്റാണ്ടുകൾ ചിലവഴിച്ച ആ വീട്. പിന്നീട് വലിയ തിരക്കായി മോഹൻലാൽ പോകുമ്പോൾ അമ്മയെ കാണാൻ അമ്മയ്ക്കൊപ്പം എപ്പോഴും മോഹൻലാൽ ഇവിടേക്ക് എത്തുമായിരുന്നു. പിന്നീട് അസുഖമാകുമ്പോഴാണ് അമ്മയെ മോഹൻലാൽ ഇവിടെ നിന്ന് കൊച്ചിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ആ സ്ഥലമാണിത്. മോഹൻലാൽ കളിച്ചു വളർന്ന വീട്, അദ്ദേഹത്തിൻ്റെ അമ്മയും ഒത്തുള്ള നിരവധി ഓർമ്മകൾ, അമ്മയും അച്ഛനും സഹോദരനുമൊക്കെ മോഹൻലാൽ കളിച്ചു വളർന്ന വീടാണത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അന്ത്യവിശ്രമത്തിനായി എത്തുന്നത്. ഇവിടെ തന്നെ ആ രീതിയിൽ സംസ്കാരം നടത്തണമെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. മോഹൻലാലിൻ്റെ അച്ഛനും സഹോദരനും ഒക്കെ അന്തിയുറങ്ങുന്ന സ്ഥലം അവിടെ തന്നെയാണ് അമ്മയ്ക്കും ചിതയൊരുക്കുന്നത്. മോഹൻലാലിൻ്റെ ഈ മുടവൻമുകളിലെ വീടാണിത്, ഹിൽ വ്യൂ വീട്. ഒരു നിരവധി ഓർമ്മകളുള്ള സ്ഥലം. മോഹൻലാൽ എന്ന താരത്തെ ഇഷ്ടപ്പെടുന്നവർ തന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും മലയാളികൾക്ക് സുപരിചിതയാണ്. അമ്മയോടൊപ്പം ഉള്ള മോഹൻലാലിൻ്റെ നിമിഷങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ചിത്രങ്ങളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ഒക്കെ കണ്ടതാണ്. ആ അമ്മയ്ക്കൊപ്പം അമ്മയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. നാളെ രാവിലെ തന്നെ മോഹൻലാലും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരും. നാളെ രാവിലെ ഇവിടെ ഈ മുടവൻമുകളിലെ വീട്ടിലെത്തി ഇവിടെ സംസ്കാരം നടത്താനാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ രാവിലെയോടുകൂടി ഇവിടെ എത്തും. വൈകിട്ട് 4 മണിക്കാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, വി വി അരുണാണ് മുടവൻമുകളിലെ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അവിടെ സംസ്കാര ചടങ്ങിനായുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. സൗഹൃദ വലയം ഒരുപാട് ഉള്ള ആളാണ്, സുഹൃത്തുക്കൾ ഒരുപാടുള്ള ആളാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊപ്പമൊക്കെ നേരത്തെ അരുണിനോട് സംസാരിച്ചതൊക്കെ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഡാനി പോൾ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിലെ എളമക്കരയിലെ വീട്ടിൽ നിന്നും. ഡാനി, ഈ മോഹൻലാലിനെയും അമ്മയും അടുത്തറിയുന്നവർ പറയുന്നത് പോലെ അവരുടെ ഒരു ബന്ധം എപ്പോഴും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എഴുത്തിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ഒക്കെ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളതാണ്. അമ്മയോട് എത്രത്തോളം ഇഷ്ടമായിരുന്നു, സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് ചിത്രങ്ങളിലൂടെയും നമ്മളിലേക്ക് എത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ദുഃഖത്തിലായിരിക്കും ഇപ്പോൾ ആ വീട് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം അവസാന നിമിഷം അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏക ആശ്വാസം എന്ന് മനസ്സിലാക്കുന്നു. അവിടേക്ക് എത്തുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇപ്പോൾ ഈ കൊച്ചി സിനിമാ മേഖലയാണ്, അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ തിരുവനന്തപുരത്തേക്ക് മൃതശരീരം കൊണ്ടുവരുന്നതിന് മുൻപ് അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടാകുമല്ലോ. അശ്വതി, കൊച്ചിയില് പരിസരത്തുള്ള ഈ മേഖലയിലെ സിനിമാ പ്രവർത്തകർ അത് നടന്മാർ മാത്രമല്ല, മറ്റു സാങ്കേതിക പ്രവർത്തകർ തുടങ്ങി എല്ലാവരും തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ പരിസരത്തുള്ള എല്ലാവരെയും തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. സംവിധായകൻ ജോഷി ഉൾപ്പെടെ മറ്റ് സിനിമാ പ്രവർത്തകർ, അങ്ങനെ വളരെ സീനിയറായ ആളുകൾ എല്ലാവരും തന്നെ ഈ ഭാഗത്തേക്ക്